കോതമംഗലം കോട്ടപ്പടിക്ക് സമീപം കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഇന്നലെ ഈ വാവലിയിൽ ഒരു പശുവിനെ കാടിനുള്ളിൽ ചത്ത നിലയിൽ കണ്ടെത്തിയിരുന്നു. അതിനെ ആക്രമിച്ചത് കടുവ തന്നെയാണെന്ന് സ്ഥിരീകരിച്ചു. ഇന്ന് വനം വകുപ്പ് ക്യാമറ ട്രാപ്പ് വെച്ചിരുന്നു. ആ ക്യാമറ ട്രാപ്പിൽ വീണ്ടും വന്ന് ആ പശുവിനെ കടുവ ഭക്ഷിച്ചു പോകുന്ന ദൃശ്യങ്ങൾ വനംവകുപ്പിൽ ലഭിക്കുകയും ചെയ്തു. അതോടുകൂടിയാണ് ഈ പശുവിനെ ആക്രമിച്ചത് ഒരു കടുവ തന്നെയാണെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഈ വാവലി എന്ന് പറയുന്ന പ്രദേശം നമുക്കറിയാം, ഇവിടെ ഒരുപാട് ജനവാസ മേഖല ഉള്ളൊരു സ്ഥലമാണ്, നിരവധി ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ്. പക്ഷേ ഇതുവരെയൊന്നും ഇത്തരത്തിലൊരു കടുവയുടെ സാന്നിധ്യമൊന്നും നാട്ടുകാർ ഇവിടെയൊന്നും കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് വലിയ ആശങ്കയുണ്ട്. ഇവിടെയുള്ള ആളുകളിൽ നിരവധി പേർ ഈ കന്നുകാലികളെയൊക്കെ പോറ്റി ജീവിക്കുന്നവർ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ കന്നുകാലികളൊക്കെ ഈ കാട്ടിലേക്ക് മേയാൻ പോകുന്നതൊക്കെ പതിവാണ്. പക്ഷേ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു അനുഭവം അവർക്കുണ്ടാകുന്നത്. ഇപ്പോൾ ഇവിടുത്തെ പഞ്ചായത്ത് അംഗമായ സിബി നമുക്കൊപ്പം ചേരുകയാണ്. എന്താണ് സംഭവിച്ചത്? ജനവാസ മേഖലയിൽ നിന്ന് 1 കിലോമീറ്റർ ഉൾക്കാട്ടിൽ വെച്ചാണ് കടുവയുടെ ആക്രമണം ഉണ്ടായത്. തികച്ചും ജനങ്ങൾക്ക് ഒരു ഭീതികരമായ ഒരു അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. ഇനിയും ഇതുപോലെ ആക്രമണം ഉണ്ടായാൽ ആളുകൾക്ക്, ഇവിടെ സ്കൂളിൽ പോകുന്ന കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേർ ഇതിലെ ഈ റോഡിൽ കൂടെ സഞ്ചരിക്കുന്നവരാണ്. ഈ മേഖലയിൽ ഒരുപാട് താമസക്കാരെ നമുക്കൊപ്പം ഉണ്ട്. നേരത്തെ ഇവിടെയൊക്കെ നമ്മൾ മുൻപ് കാട്ടാന ശല്യത്തിന്റെ പേരിലായിരുന്നു ഇവിടെയൊക്കെ മാധ്യമ സംഘങ്ങളൊക്കെ എത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ കടുവയുടെ പേരിൽ കൂടി വരേണ്ട അവസ്ഥയാണ്. എന്താണ്, കടുവയും കൂടി വരുന്നു എന്ന് പറയുമ്പോൾ ഒരു ഭയമുണ്ടോ? ഭയമുണ്ട്. ഞങ്ങൾക്ക് ആനയെ തന്നെ ഞങ്ങൾ പേടിച്ചാ ജീവിക്കണേ. അതിൻ്റെ ഇടയ്ക്ക് കടുവയും കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ പേടി ഭയങ്കര അല്ലേ. ഇന്നലെ 7 ആന ഉണ്ടായിരുന്നു ഞങ്ങളുടെ വീടിൻ്റെ ഒക്കെ അടുത്തോടെ. അതിനെ കണ്ട് പകൽ പന്നി, അങ്ങനെ എല്ലാ വന്യമൃഗങ്ങളെ കൊണ്ടും ഞങ്ങൾക്ക് ശല്യമാണ്. വലിയ ബുദ്ധിമുട്ടാണ്. അതെ, വലിയ ബുദ്ധിമുട്ടാണ് ഞങ്ങൾ നേരിടുന്നത്. എന്താന്ന് വെച്ചാൽ പ്രതിവിധി ചെയ്യുക. ഞങ്ങൾ കന്നാലിയൊക്കെ വളർത്താണ്, കന്നുകാലിയും അതുപോലെ നാടുമാടുകളെയൊക്കെ വളർത്തിയാണ് ഇവിടെ എല്ലാവരും ഉപജീവനമാർഗം കഴിച്ചു കൂട്ടുന്നത്. കൃഷി ചെയ്യുന്നുണ്ടെങ്കിലും പകുതി സാധനം ആനയായിട്ടും പന്നിയായിട്ടും ഇങ്ങനെ പോകുന്നു. ഇപ്പം മൃഗങ്ങളിലേക്ക് ഇതുവരെ ഒരു ആക്രമണം ഉണ്ടായിട്ടില്ല. ഇപ്പം കടുവയും വന്ന് അത് ആക്രമിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ജീവിത സാഹചര്യം ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഞങ്ങൾക്ക് തന്നെ അറിയാൻ പാടില്ല. ഇവിടെ ഏതാണ്ട് 1 കിലോമീറ്ററോളം വന മേഖലയ്ക്ക് അകത്താണ് ഈ കടുവയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. പക്ഷേ 1 കിലോമീറ്റർ ദൂരം എന്ന് പറഞ്ഞാൽ അത് അത്ര വലിയ ദൂരമല്ല. അതുകൊണ്ട് തന്നെ ഈ ജനവാസ മേഖലയിലേക്ക് എപ്പോൾ വേണമെങ്കിലും ഈ കടുവ വരാം എന്നൊരു ആശങ്ക ജനങ്ങൾക്കുണ്ട്. പ്രത്യേകിച്ച് അവിടെ ഒരു കന്നുകാലിയാണ് ആക്രമിച്ചത്. അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ ഇരയെ ലഭിച്ച ഒരു കടുവയാണ്. ആ കടുവ വീണ്ടും ഈ ഭാഗത്ത് വന്ന് ഇര തേടാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനും കഴിയില്ല. അതാണ് ജനങ്ങൾ വലിയ ആശങ്കയിലുള്ളത്. ക്യാമറമാൻ ബിനു തോമസിനൊപ്പം ബിനിൽ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.